ഇനി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏറ്റവും കൂടുതൽ നമുക്ക് മഴ ലഭിക്കുന്നത് ഏത് മാസത്തിലാ? ജൂലൈയിലാണ്. ഇപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ഇത് ജൂലൈ. അതുപോലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എപ്പോഴാ? ജനുവരിയിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈയിലും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരിയിലും. ഏറ്റവും കൂടുതൽ മഴ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാ? കോഴിക്കോടിനാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എവിടെ? തിരുവനന്തപുരം. ഏറ്റവും കുറവ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാ? കോഴിക്കോട്. അപ്പൊ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത് ജൂലൈ ആണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത് ഏതാ? ജനുവരിയാണ്. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാ? ജില്ലയെന്ന് പറയുന്നത് ഏതാ? കോഴിക്കോടാണ്. പിന്നെ അതുപോലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? നേരിമംഗലം എവിടെ? എറണാകുളത്ത്. അപ്പൊ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഏത്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഏത്? നേരിമംഗലം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത്. അപ്പൊ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാ? ജൂലൈ ആണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത് ജനുവരിയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോടും. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എവിടെയാ? പ്രദേശം എന്ന് പറയുന്നത് നേരിമംഗലമാണ്. നേരിമംഗലം എവിടെ? എറണാകുളത്ത്. ഇനി കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാ? അതായത് കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാ? തിരുവനന്തപുരത്താണ് എന്ത്? ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം കേരളത്തിലുള്ളത്. അപ്പൊ കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാ? തിരുവനന്തപുരത്താണ്. ഓക്കെ. ഇനി മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താ? മാങ്കോഷർന മാങ്കോ മാങ്കോ ഷവർ എന്നാണ് എന്തറിയപ്പെടുന്നത്? മൺസൂണിന് മുമ്പുള്ള വേനൽ മഴയെ അതായത് മൺസൂണിന് മുമ്പുള്ള വേനൽ മഴയെ കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താ? മാങ്കോ ഷവർ. ഓക്കെ. അപ്പൊ മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാ? മാങ്കോ ഷവർ. ഇനി വടക്ക് കിഴക്ക് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താ? തുലാവർഷം. അപ്പൊ വടക്ക് കിഴക്ക് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താ? തുലാവർഷം. വടക്ക് കിഴക്ക് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താ? തുലാവർഷം. അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് വേല? ഇടവപ്പാതിയില. അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഇടവപ്പാതി. ഇനി തുലാവർഷ കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറയുന്നത് എത്രയാ? 50 സെന്റിമീറ്റർ തുലാവർഷത്തിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. എങ്കില് തുലാവർഷ തുലാവർഷത്തിൽ കിട്ടത്തുള്ളൂ 50 സെന്റിമീറ്ററേ കിട്ടുന്നുള്ളൂ. എന്നാൽ അത് നമുക്ക് ഇടവപ്പാതയിൽ എത്ര കിട്ടും? ഇടവപ്പാതയിൽ നമുക്ക് 200 സെന്റിമീറ്ററിലധികം മഴ നമുക്ക് എപ്പോ കിട്ടും? ഇടവപ്പാതയിൽ കിട്ടും. അപ്പൊ തുലാവർഷ കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ ഏത് കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഏത് മൺസൂണിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? ഇടവപ്പാതി സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പം കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാ? തിരുവനന്തപുരത്താണ്. അതുപോലെ മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് എന്തുവാ? മാംഗോ ഷവർ എന്നാണ്. പിന്നെ അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്നത് എന്തുവാ? തുലാവർഷം എന്നാണ്. തുലാവർഷ കാലത്ത് ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ മഴയെ ലഭിക്കത്തുള്ളൂ. ഇനി കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാ? എല്ലാവർക്കും അറിയാം. റീൽസിലും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാ? പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല എന്ന് പറയുന്നത്. അപ്പൊ പാലക്കാടാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല ഏതാ? പാലക്കാടാണ്.
ഓക്കെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാ? പാലക്കാട്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് എവിടെ? പുന്നല്ലൂരിലാണ് എന്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം എവിടെയാ? പുന്നല്ലൂര്, കൊല്ലത്താണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ പാലക്കാടും, കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ഏതാ? പുന്നല്ലൂരിലുമാണ് എന്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെ? പുന്നല്ലൂരില്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് ഇത്? പുനലൂര്, കൊല്ലം. പിന്നെ അതുപോലെ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം. അതായത് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു ചുരമുണ്ട്. ആ ചുരത്തിന്റെ പേരാണ് എന്ത്? നമ്മുടെ സ്വന്തം പാലക്കാട് ചുരം. അപ്പൊ പാലക്കാട് ചുരമാണ് എന്ത്? ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ചുരമാണ് ഏത്? പാലക്കാട് ചുരം. അപ്പൊ പാലക്കാട് ചുരമാണ് എന്ത്? ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ചുരം എന്ന് പറയുന്നത് ഏതാ? പാലക്കാട് ചുരമാണ്. അതുപോലെ വേനൽക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരണ്ട കാറ്റ് പാലക്കാട് ആര്യങ്കാവ് ചുരങ്ങളുടെ കേരളത്തിലേക്ക് വീശുന്നു. ഓക്കെ. അപ്പം അപ്പൊ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ചുരമാണ് ഏത്? പാലക്കാട് ചുരം. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഒരു വരണ്ട കാറ്റ് ഇങ്ങോട്ട് വരും, പാലക്കാടിലോട്ട് വരും. അപ്പം ആര്യങ്കാവ് ചുരങ്കിലൂടെ കേരളത്തിലേക്ക് വീശുന്നു. അത് ആര്യങ്കാവ് ചുരങ്ങളിലൂടെയാണ് ഇത് കേരളത്തിലോട്ട് വീശുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കാറ്റ് കേരളത്തിലോട്ട് വീശുന്നത് ഏത് സ്ഥലത്ത് വെച്ച? ആര്യങ്കാവ് ചുരങ്ങളിലൂടെയാണ് കേരളത്തിലോട്ട് ആ കാറ്റ് വീശുന്നത്. ഓക്കെ. അപ്പം കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് ഏത്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് ഏത്? പുനലൂർ, കൊല്ലം. പിന്നെ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന പ്രധാന പങ്കുവഹിക്കുന്ന ചുരമാണ് ഏത്? പാലക്കാട് ചുരം. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊരു കാറ്റ് വേനൽക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കാറ്റ് കേരളത്തിലോട്ട് വീശുന്നുണ്ട്. ഏതുവഴിയാ വീശുന്നത്? ആര്യങ്കാവ് ചുരങ്ങളിലൂടെയാണ് ഈ തമിഴ്നാട്ടിലെ വരണ്ട കാറ്റ് കേരളത്തിലോട്ട് വീശുന്നത്. ഓക്കെ. ഇനി പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞായിരുന്നു എന്തോ വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന എന്തുവാ? തുലാവർഷം. തുലാവർഷത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. തുലാവർഷ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇടികൂടിയ മഴ വൈകുന്നേരങ്ങളിൽ ഇടികൂടിയ മഴ എന്ന് പറയുന്നത് ഏത് മൺസൂൺ ആയിരിക്കും? തുലാവർഷത്തിലാണ് വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയുള്ള മഴയൊക്കെ അനുഭവിക്കുന്നത്. ഓക്കെ. ഇനി കേരളത്തിലെ മഴനില പ്രദേശം എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ഇടുക്കിയിലെ ചിന്നാറാണ് കേരളത്തിലെ മഴനില പ്രദേശം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ മഴനിഴൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? ചിന്നാറിലാണ്. ചിന്നാർ ഇടുക്കി. ഓക്കെ. അപ്പം കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാ? ചിന്നാർ ഇടുക്കിയാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലെ ചിറാപ്പൂഞ്ചിയാണ് ഇത് ലക്കടി ഇടുക്കി തന്നെ. അപ്പൊ കേരളത്തിലെ ചിറാപ്പൂഞ്ചിയാണ് ഏത്? ലക്കടി എന്ന് പറയുന്നത്. അതും എവിടെ തന്നെ? അതും ഇടുക്കി തന്നെയാണ്. അപ്പം കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത് എവിടെ? ചിന്നാർ അതുപോലെ കേരളത്തിന്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് ഏത് തന്നെ? എവിടെ തന്നെ? ലക്കടി ഇടുക്കിയിലാണ്. അപ്പൊ കേരളത്തിലെ ചിറാപ്പൂഞ്ചിയാണ് ലക്കടി ഇടുക്കി. പിന്നെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാ?
അത് ചിന്നാർ ഇടുക്കി. അതുകൊണ്ടാണ് അതിനെ കേരളത്തിന്റെ മഴ നിഴൽ പ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഏത്? ചിന്നാർ. എവിടെ? ഇടുക്കി.